ഹലോ, കുട്ടീസ് വേൾഡ് സ്പെഷ്യലിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവരും റെഡിയാണോ? സന്തോഷമാണോ? അപ്പോൾ ഇന്ന് നമ്മുടെ കൂട്ടത്തിൽ മിടുക്കിയായ ഒരു കൂട്ടുകാരി വന്നിട്ടുണ്ട്. ആരെന്നറിയണ്ടേ? സൂസി. എന്തുകൊണ്ട് വിശേഷം? ഓക്കെ, അപ്പോൾ നമ്മുടെ കൂട്ടുകാർക്ക് വേണ്ടി നമ്മൾ നല്ലൊരു കഥ പറഞ്ഞു കൊടുക്കാൻ പോവാണ്. സൂസി റെഡിയാണോ? ഓക്കെ, അങ്ങനെയെങ്കിൽ ഞാൻ കഥ പറയാം. ശരി, അപ്പോൾ നമ്മൾ കേൾക്കാൻ പോകുന്ന കഥ ആരുടെയാണെന്ന് അറിയണ്ടേ? ജാക്ക് എന്ന് പറയുന്ന മിടുക്കനായ ഒരു കൂട്ടുകാരൻ്റെയാണ്. ആരുടെയാണ്? ജാക്കല്ല, ജാക്ക് എന്നൊരു കൂട്ടുകാരൻ്റെ കഥയാണ് കേൾക്കാൻ പോകുന്നത്. ജാക്ക് എന്ന് പറയുന്നൊരു കൂട്ടുകാരൻ മിടുക്കനായിരുന്നു. പക്ഷേ അവന് ആരും തന്നെ അവൻ്റെ വീട്ടിലുണ്ടായിരുന്നില്ല. എന്ന് വെച്ചാൽ അവനെ വളർത്തിയിരുന്നത് അവൻ്റെ വളരെ അകന്ന ബന്ധത്തിലുള്ള ഒരു അങ്കിളും ആൻറ്റിയുമാണ് അവനെ വളർത്തിയിരുന്നത്. അതെ, അവൻ ഒരുപാട് വിഷമത്തിലൂടെയാണ് കടന്നു പോയത്. മറ്റു കൂട്ടുകാരെ പോലെ അവന് സ്കൂളിൽ പോകാൻ കഴിഞ്ഞില്ല. മാത്രമല്ല അവന് നല്ല വസ്ത്രങ്ങൾ ഉണ്ടായിരുന്നില്ല. ഒരുപാട് വിഷമത്തിലൂടെ അവൻ കടന്നുപോയി. മാത്രമല്ല പലപ്പോഴും അവന് സമയത്ത് ഭക്ഷണം തന്നെ ലഭിച്ചിരുന്നില്ല. അവൻ ഒരുപാട് വിശന്നു. ചില സമയത്ത് അവന് വിഷമം തോന്നിയിട്ടുണ്ട്. അങ്ങനെ അവനിങ്ങനെ താമസിക്കുന്ന വീടിനടുത്ത് തന്നെ മനോഹരം ഒരു പൂന്തോട്ടം ഉണ്ടായിരുന്നു. അപ്പോൾ അവൻ ചില സമയങ്ങളിൽ അവിടെ ചെന്നിരിക്കും. ഇങ്ങനെ ആകാശത്തിലൂടെ പക്ഷിയൊക്കെ ഇങ്ങനെ പറന്നു പോകുന്നവൻ നോക്കിയിരിക്കും. പക്ഷി പറന്നു പോകുന്നതാണ് ഇഷ്ടമാണ് അല്ലേ? അപ്പോൾ ജാക്ക് എന്ത് ചെയ്തു? ഇതുപോലെ പോയി നോക്കിയിരിക്കും. അപ്പോൾ അവൻ ചിന്തിച്ചൊരു കാര്യം ഇതാണ്, എനിക്കും ആ പക്ഷികളെ പോലായിരുന്നെങ്കിൽ ആകാശത്തുകൂടി ഇങ്ങനെ സന്തോഷത്തോടെ പറന്ന് നടക്കാമെന്ന് അവൻ ചിന്തിച്ചു. പക്ഷേ അവന് തൻ്റെ ദാരിദ്ര്യാവസ്ഥയിൽ ഒരുപാട് വിഷമം തോന്നി. അവൻ പലപ്പോഴും ചിന്തിച്ചൊരു കാര്യം, എന്തിനാണ് ദൈവം എന്നെ ഇങ്ങനെ സൃഷ്ടിച്ചെന്ന് പോലും അവൻ ചിന്തിച്ചു. അവന് ഒരുപാട് വിഷമം തോന്നി. അങ്ങനെ ഇരിക്കെ അവൻ ഒരു ദിവസം ഈ പാർക്കിലേക്ക് പോയിരുന്നപ്പോൾ നോക്കുക, അവൻ സ്ഥിരമായി ഇരിക്കുന്ന സ്ഥലത്ത് അവൻ്റെ അതേ പ്രായത്തിലുള്ളൊരു കൂട്ടുകാരൻ വന്നിരുന്നു. അവൻ്റെ പേരെന്താണെന്നറിയാമോ? അവൻ്റെ പേര് അർണോൾഡ് എന്നാണ്. എന്താണ്? അർണോൾഡ് എന്ന് പറയുന്ന ഒരു കൂട്ടുകാരൻ. ഈ ജാക്ക് നോക്കിയപ്പോൾ അർണോൾഡ് എന്ന കൂട്ടുകാരൻ്റെ ശരീരത്തിലെ മനോഹരമായ വസ്ത്രങ്ങൾ, അവന് നല്ല കാണാൻ ഭംഗിയുള്ള നല്ല ഷൂസ്, മാത്രമല്ല അവൻ്റെ കയ്യിലൊക്കെ ഒരുപാട് കളിപ്പാട്ടങ്ങൾ. ഇത് കണ്ടപ്പോൾ അവനോ ജാക്കിന് അർണോൾഡ് അസൂയ തോന്നി. അസൂയ തോന്നുന്നു നല്ലതല്ല, പക്ഷേ ജാക്കിന് അവനോട് അസൂയ. കാരണം എന്തായിരിക്കും? ജാക്കിന് അങ്ങനത്തെ കളിപ്പാട്ടങ്ങളൊന്നുമില്ല. അങ്ങനെ ഇരിക്കെ അവൻ വളരെ വിഷമത്തോടെ അടുത്തൊരു മരത്തിൻ്റെ ചുവട്ടിപ്പോയിരുന്നു. അങ്ങനെ അവൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു, ദൈവമേ എനിക്ക് ആ കൂട്ടുകാരനെ പോലെ ആയി മാറണം, എനിക്ക് അർണോൾഡായി മാറണം, എനിക്ക് അവനെ പോലെ ആകണമെന്ന് അവൻ അതിയായി പ്രാർത്ഥിച്ചു. എന്നിട്ട് എന്തായെന്നോ, അവൻ ഇങ്ങനെ അതിയായി ദൈവത്തോട് പ്രാർത്ഥിച്ച് പെട്ടെന്ന് അവൻ നോക്കിയപ്പോൾ അത്ഭുതം സംഭവിച്ചു. എന്തത്ഭുതമാണോ? അതായത് നോക്കിയിരുന്നപ്പോൾ അർണോൾഡ് എന്ന് പറയുന്ന കൂട്ടുകാരൻ്റെ ശരീരത്തിലുള്ള മനോഹരമായ വസ്ത്രങ്ങളെല്ലാം ജാക്കിൻ്റെ ശരീരത്തിലേക്ക് വന്നു. അതുമാത്രമല്ല ആ ജാക്കിൻ്റെ ശരീരത്തിലിരുന്ന പഴകിയ വസ്ത്രങ്ങളെല്ലാം അർണോൾഡ് എന്ന് പറയുന്ന കൂട്ടുകാരൻ്റെ ശരീരത്തിലേക്ക് ചെന്നു. ഇത് കണ്ടപ്പോൾ അവന് വളരെ സന്തോഷമായി. അവൻ ഒരുപാട് സന്തോഷമായി. അവനിങ്ങനെ വളരെ സന്തോഷത്തോടെ എഴുന്നേൽക്കാൻ ശ്രമിച്ചപ്പോൾ ജാക്കിന് എഴുന്നേൽക്കാൻ കഴിയുന്നില്ല. അവന് എഴുന്നേൽക്കാൻ കഴിയുന്നില്ല. അവൻ നോക്കിയപ്പോൾ മറ്റൊരു കാര്യം ഇവിടെ സംഭവിച്ചു. എന്താണ്? തൻ്റെ കീറിപ്പറഞ്ഞ വസ്ത്രങ്ങൾ ഇട്ടുകൊണ്ട് അതാ അർണോൾഡ് എന്ന് പറയുന്ന കൂട്ടുകാരൻ ആ പൂന്തോട്ടത്തിൽ ഓടിച്ചാടി നടക്കുന്നു. അതാണ് അങ്കിൾ പറയാൻ പോകുന്നത്. സംഭവിച്ച കാര്യം എന്താണെന്നറിയാവോ? ജാക്ക് എഴുന്നേൽക്കാൻ ശ്രമിച്ചപ്പോഴേക്കും അവന് കഴിയുന്നില്ല. നോക്കിയിരിക്കെ അതാ അവൻ്റെ അടുക്കലേക്ക് ഒരു ആൻറ്റി ഇങ്ങനെ വീൽ ചെയറും ഉന്തിക്കൊണ്ട് വരികയാണ്. ഇത് കണ്ടപ്പോൾ അവന് മനസ്സിലായി, താൻ ഇത്രയും സമയം അസൂയയോടെ നോക്കിക്കണ്ട അർണോൾഡ് എന്ന് പറയുന്ന കൂട്ടുകാരന് എഴുന്നേറ്റ് നടക്കാനുള്ള കഴിവില്ലായിരുന്നു. താൻ ഇത്രയും നേരം വളരെ അസൂയയോടെ നോക്കിക്കണ്ട അവന് നല്ല വസ്ത്രങ്ങളുണ്ട്, അവന് നല്ല കളിപ്പാട്ടങ്ങളുണ്ട്, അവൻ്റെ കയ്യിൽ നല്ല വാച്ചുണ്ട്, പക്ഷേ അവന് നടക്കാൻ കഴിവില്ലായിരുന്നു. അപ്പോഴാണ് അവൻ ചിന്തിച്ചത്, ദൈവം എനിക്ക് എത്രമാത്രം കഴിവുകൾ നൽകിയിട്ടുണ്ടായിരുന്നു. എൻ്റെ കണ്ണിന് കാഴ്ചശക്തിയുണ്ട്, എനിക്ക് സംസാരിക്കാൻ കഴിയുമായിരുന്നു, എല്ലാറ്റിലും ഒരു ഓടിച്ചേർന്ന് നടക്കാനുള്ള കഴിവ് എനിക്കുണ്ടായിരുന്നു. പക്ഷേ ഞാനത് തിരിച്ചറിഞ്ഞില്ല. അതെ, പ്രിയ കൂട്ടുകാരെ, പലപ്പോഴും നമ്മൾ ഈ ജാക്കിനെ പോലെയല്ല ചിന്തിക്കുന്നത്. മറ്റുള്ളവരെ നോക്കി നമ്മൾ താരതമ്യം ചെയ്യും അല്ലേ? എനിക്ക് ഒരുപാട് കുറവുകളുണ്ട്, മറ്റുള്ളവർക്ക് ഒരുപാട് നന്മകളുണ്ട്, സൗഭാഗ്യങ്ങളൊക്കെ ഉണ്ട് എന്ന് നമ്മൾ ചിന്തിക്കും അല്ലേ? പക്ഷെ എല്ലാറ്റിനേക്കാൾ ഉപരി നമ്മൾ എന്ത് ചെയ്യണം? ദൈവം തന്ന നന്മകൾ ദൈവത്തോട് നന്ദി പറയണം. അപ്പോൾ കൂട്ടുകാര് ഇന്ന് മുതൽ ദൈവത്തോട് നന്ദി പറയുമോ? ഓക്കെ, അപ്പൊ എല്ലാ കൂട്ടുകാരും ദൈവം അനുഗ്രഹിക്കട്ടെ. കഥ ഇഷ്ടപ്പെട്ടോ? കൂട്ടുകാർക്ക് കഥ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ അടുത്ത ആഴ്ച വീണ്ടും കാണാം. ബൈ ബൈ.